തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. രണ്ട് കരങ്ങളെ തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹലമല 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 അവങ്ങളെ വിട്ടുകൊടുത്ത് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. കുടുംബങ്ങളിലേക്ക് ഈശോ കടന്നു വരട്ടെ. എന്റെ കുടുംബത്തിലേക്ക് ഈശോയെ കുടിയിരുത്തണം. എന്റെ ഭവനത്തിലേക്ക് ഈശോ കടന്നു വരട്ടെ. എല്ലാ മക്കളും അത്തരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. നിന്റെ കുടുംബത്തിന്റെ വാതിലുകളിൽ ഈശോ ഇതാ മുട്ടുന്നു. ആരെങ്കിലും ഈശോയ്ക്ക് വേണ്ടി വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുക്കിലേക്ക് വരും. കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്ന സമയമാണ്. അത്തരം തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ. സകല വ്യക്തികളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. ആത്മശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ശക്തി അവിടെ വ്യാപരിക്കട്ടെ. വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ ആരാധന 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 ആരാധന. ഒന്ന് ചേർന്ന് ആരാധിക്കട്ടെ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 20-ാം തിരുവചനം പറയുന്നു, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എനിക്ക് വേണ്ടി വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുക്കിലേക്ക് വരികയും അവനോട് കൂടെ ഭക്ഷിക്കുകയും ചെയ്യും. ഇന്ന് ഈശോ നിന്റെ വാതിലിൽ മുട്ടുക. ഈശോ നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തിൻ്റെ സന്തോഷങ്ങളിൽ പങ്കുചേരാൻ, ദുഃഖങ്ങളിൽ പങ്കുചേരുവാൻ ഈശോ ആഗ്രഹിക്കുക. ഈ തിരുവോസ്തിയിൽ ജീവനുള്ള ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ വലതുകര ഉയർത്തുന്നു പറഞ്ഞേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇതാ ജീവനുള്ള ഈശോ ഇന്ന് എൻ്റെ ഭവനത്തിലേക്ക് വരിക. നമ്മൾ തിരുവചനത്തിൽ കാണുകയാണ്, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഒരുപാട് കുടുംബങ്ങളെ, ഏതെല്ലാം ഭവനങ്ങളിലേക്കാണോ ദൈവത്തിൻ്റെ ദൂതൻ കടന്നു വന്നിരിക്കുന്നത്, ദൈവം കടന്നു വന്നിരിക്കുന്നത്, ആ കുടുംബത്തിൻ്റെ കുറവുകൾ നിറവുകളായി മാറിയിട്ടുണ്ട്. ഇന്ന് ഈശോ നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ ഭവനത്തിന്റെ കുറവുകൾ നിറവുകളായി മാറും. വിശ്വസിക്കുന്നവരൊന്ന് വലതുകര ഉയർത്തുന്നു പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നാം കാണുകയാണ് ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബങ്ങളെ. ഇതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്ക് ഇന്ന് ഈശോ കടന്നു വരും.
വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചു. പഴയ നിയമത്തിൽ നാം കാണുകയാണ്, ആദ്യ മാതാപിതാക്കൾ അവർ ദൈവത്തെ കുടിയിരുത്തിയിരുന്ന ഭവനമായിരുന്നു. ആദ്യ മാതാപിതാക്കളുടെ പ്രത്യേകത എന്താണെന്നറിയോ? അവർ ദൈവത്തെ വിളിക്കുമ്പോൾ എന്തോ എന്ന് വിളി കേൾക്കുമായിരുന്നു. ഇതുപോലെ തന്നെ ദൈവം ഈ ആദ്യ മാതാപിതാക്കളെ വിളിക്കുമ്പോൾ അവർക്കും വിളി കേൾക്കാമായിരുന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അത്രയും ആഴമുള്ളതായിരുന്നു, അടുത്തുള്ളതായിരുന്നു. എന്നാൽ ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവത്തെ കുടിയിരുത്തിയിരിക്കുന്ന ഭവനത്തിൽ നിന്ന് ഇതാ ദൈവത്തിൻ്റെ ശക്തി അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്നാൽ വീണ്ടും നാം കാണുകയാണ്, ഏതെല്ലാം കുടുംബങ്ങളിലേക്കാണോ ദൈവത്തിൻ്റെ ദൂതൻ കടന്നു വന്നിരിക്കുന്നത്, ആ കുടുംബങ്ങളിലെല്ലാം കുറവുകൾ നിറവുകളായി മാറി. പഴയ നിയമത്തിൽ അബ്രാഹത്തിന്റെ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ കടന്നു വന്നു. അബ്രാഹത്തിന്റെ കുടുംബത്തിന് ആവശ്യം എന്തായിരുന്നു? അബ്രാഹത്തിന് വലിയ സമ്പത്തുണ്ടായിരുന്നു, വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അബ്രാഹത്തിന്റെ ആവശ്യം അവനൊരു കുഞ്ഞുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ അബ്രാഹത്തിന്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നു. എന്താണ് കുറവുള്ളത്? ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്നപ്പോൾ കുറവ് നിറവായി മാറി. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതുപോലെ തന്നെ നാം കാണുക ജോബിന്റെ കുടുംബം. ജോബിന്റെ കുടുംബത്തിന് ഏറ്റവും ആവശ്യം എന്തായിരുന്നു? സമ്പത്തായിരുന്നു ആവശ്യം. ദൈവത്തിന്റെ ദൂതൻ ആ കുടുംബത്തിലേക്ക് കടന്നു വന്നു. എന്താണ് കുറവുണ്ടായിരുന്നത്? ജോബിന് നിറവായി മാറി. ദൈവത്തിന്റെ ദൂതൻ ആ കുടുംബത്തിന് സമ്പത്ത് നൽകി. തോബിത്തിന്റെ കുടുംബത്തിൽ നാം കാണുകയാണ്, ആ കുടുംബത്തിന് ആവശ്യം രോഗശാന്തിയായിരുന്നു. ദൈവത്തിന്റെ ദൂതൻ ആ കുടുംബത്തിലേക്ക് കടന്നു വന്നു. ആ കുടുംബത്തിന് രോഗശാന്തി ലഭിക്കുക. പുതിയ നിയമത്തിൽ കുടുംബങ്ങളെയെല്ലാം ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തിയാണ് കർത്താവ് ശംശിയ. കർത്താവ് ശംശിയ ഏത് ഭവനത്തിലേക്കാണോ കടന്നു വന്നേ, അവിടുത്തെ കുറവുകൾ നിറവുകളായി മാറുന്നുണ്ട്. എലിസബത്തിന്റെ ഭവനത്തിലേക്ക് കർത്താവ് ശംശിയ മറിയത്തിന്റെ ഉദരത്തിലായിരുന്നു കൊണ്ട് കടന്നു വന്നു. എലിസബത്തിന്റെ ഭവനത്തിന് യേശുവിന്റെ സാന്നിധ്യം എന്താണ് കൊടുത്തത്? ആ കുടുംബത്തിന് പരിശുദ്ധാത്മാവിനെ നൽകി. കണ്ടോ പ്രിയപ്പെട്ടവരെ, ആ ഭവനത്തിന് ആവശ്യമുള്ളത് യേശുവിന്റെ സാന്നിധ്യം അവിടെ കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ കാനായിലെ കുടുംബം, നമ്മുടെയൊക്കെ കുടുംബത്തിന്റെ അവസ്ഥ നമ്മൾ നോക്കണം. ഒരുപാട് ആഘോഷങ്ങളില്ലേ നമ്മുടെ കുടുംബങ്ങളിൽ. ഈ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ കാനായിലെ കുടുംബം നമ്മെ പഠിപ്പിക്കുകയാണ്, ആഘോഷങ്ങളുടെ മധ്യേ കർത്താവ് ശംശിയ ഉണ്ടായിരിക്കണമെന്ന്. എന്നാൽ കാനായിലെ കുടുംബത്തിൽ ആ കുടുംബം വലിയ അപമാനത്തിലേക്ക് പോകുക, വലിയ പേരുദോഷത്തിലേക്ക് പോകാൻ പോകുക. എന്നാൽ യേശുവിനെ ആ കുടുംബത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. യേശുവിൻ്റെ സാന്നിധ്യമുണ്ടല്ലോ, ആ കുടുംബത്തിന് എന്താണ് കുറവുള്ളത് നിറവാക്കി മാറ്റുകയാണ്. യേശു ആ ഭവനത്തിൽ കടന്നു എന്ന് പുതുവീഞ്ഞിന്റെ അനുഭവം കൊടുത്തു എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിലും ഒരുപാട് കുടുംബങ്ങൾ വലിയ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, അപമാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ഡിവോഴ്സിന് വക്കിലെത്തിയിരിക്കുന്നു, പരസ്പരം സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഇനിയൊരു രക്ഷയില്ല എന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ മധ്യേ കർത്താവ് ശംശിയായി ക്ഷണിക്കണം. കർത്താവ് ശംശിയ ഏത് ഭവനത്തിലേക്കാണോ കടന്നിയെന്ന് കുറവുകൾ നിറവുകളായി മാറിയെങ്കിൽ ഈശോ ഇന്ന് എൻ്റെ ഭവനത്തിൽ കടന്നു വരും, ഒരു പുതുവീഞ്ഞിന്റെ അനുഭവം എനിക്ക് തരും. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും നാം കണ്ടുമുട്ടിയ സക്കേവുസിന്റെ ഭവനം. ഈ ഭവനത്തിന്റെ പ്രത്യേകത എന്താ? വലിയ വീടുണ്ട്, വലിയ കാറുണ്ട്, വലിയ സമ്പത്തുണ്ട്, വലിയ ബാങ്ക് ബാലൻസ് ഉണ്ട്. യേശു ആ ഭവനത്തിലേക്ക് ഇടന്നിയെന്നു. സക്കേവൂസിന് എന്താണ് കുറവുണ്ടായിരുന്നത്? സക്കേവൂസിന് യേശു കൊടുക്കുക. വലിയ കാറുണ്ട്, വലിയ വീടുണ്ട്, വലിയ സമ്പത്തുണ്ട്, വലിയ ബാങ്ക് ബാലൻസ് ഉണ്ട്, മക്കളൊക്കെ വിദേശത്താ, എല്ലാം തികഞ്ഞു എന്ന് നീ ചിന്തിക്കുന്നുണ്ടാവാം. എന്നാൽ യേശു ആ കുടുംബത്തിന്റെ കുറവ് കണ്ടുപിടിച്ചു. ആ കുടുംബത്തിന്റെ കുറവ് എന്തായിരുന്നു? യേശു എന്ന് ആ കുടുംബത്തോട് പറയുകയാണ്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. എന്തിന്റെ കുറവായിരുന്നു? വലിയ വീടും വലിയ സമ്പത്തും സ്ഥാനമാനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എന്തിന്റെ കുറവുണ്ടായിരുന്നു? രക്ഷയുടെ കുറവുണ്ടായിരുന്നു. യേശുവിന്റെ സാന്നിധ്യം ആ കുടുംബത്തിന് രക്ഷ നൽകിയ ലാസറിന്റെ കുടുംബത്തിലേക്ക് യേശു കടന്നു. ആ കുടുംബം വലിയ വേദനയില, തൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ മരിച്ച വേദന. എന്നാൽ യേശു ആ കുടുംബത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ എന്താ സംഭവിച്ചേ?
യേശുവിന്റെ സാന്നിധ്യമുണ്ടല്ലോ, മരണത്തിൽ നിന്ന് ഉയർപ്പിലേക്ക് ആ കുടുംബത്തെ കൈപിടിച്ചുയർത്തിയില്ലേ? എങ്കിൽ ഈ സമയം നിരാശയപ്പെട്ട് ജീവിക്കുന്നവർ, വലിയ ദുഃഖത്തിൽ പ്രിയപ്പെട്ടവരുടെ മരണത്തിന്റെ വേദനയിൽ നൊമ്പരപ്പെടുന്ന കുടുംബങ്ങൾ ഉണ്ടാവാം. യേശുവിനെ വിളിച്ചോ, യേശു നിന്റെ കുടുംബത്തിലേക്ക് വരും. മരണത്തിൽ നിന്ന് ഉത്ഥാനത്തിലേക്ക് നിന്നെയും നിന്റെ കുടുംബത്തെയും ഉയർത്താൻ കഴിവുള്ളവനാ കർത്താവേ ശംസിയ. ഇതുപോലെ തന്നെ യേശു കടന്നു ചെന്ന മറ്റൊരു കുടുംബമാണ് പത്രോസിന്റെ കുടുംബം. പത്രോസിന്റെ കുടുംബത്തിന്റെ പ്രത്യേകത എന്താ? അമ്മായിമ്മ കലശലായ പനി ബാധിച്ചിരിക്കുക. എന്നാൽ യേശു ആ ഭവനത്തിലേക്ക് ഇടന്നു ചെന്ന് അമ്മായിമ്മയുടെ പനിയെ എന്തു ചെയ്തു എന്നാണ് വചനം പറയുന്നത്? പനിയെ ശാസിച്ചു എന്നാണ് പറയുന്നത്. ഇതിന്റെ അർത്ഥം എന്താ? ഇതെന്തോ തിന്മയുടെ ശക്തിയാണ്, തിന്മയുടെ സ്വാധീന വലയമാണ്. അതുകൊണ്ടാണ് യേശു പനിയെ ശാസിച്ചു എന്ന് പറയുന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നീയും നിന്റെ കുടുംബത്തിലേക്ക് യേശുവിനെ വിളിച്ചോ? നിന്റെ കുടുംബത്തിന്റെ മധ്യത്തിലേക്ക് യേശുവിനെ വിളിച്ചോ? യൗസേപ്പ് പിതാവും മാതാവും തിരുക്കുടുംബത്തെ കാണുമ്പോൾ അവിടെ മധ്യേ യേശു ഉണ്ടായിരുന്ന പോലെ നിന്റെ കുടുംബത്തിന്റെ മധ്യേ യേശു ഉണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ കുറവുകൾ യേശുവിനെ നിറവാക്കി മാറ്റാൻ സാധിക്കും. ഇതാ ആ കുടുംബത്തിൽ നിന്ന് ആ പൈശാചി പീഡയെ പുറത്താക്കി രോഗിക്ക് അവിടെ സൗഖ്യം കൊടുക്കുകയാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, യേശുവിനെ നമ്മുടെ കുടുംബത്തിൽ കൂടെ കൊണ്ടുപോകാൻ സാധിക്കണം. യേശു ഏതെല്ലാം ഭവനങ്ങളിലേക്കാണോ കടന്നു എന്ന് ആ കുടുംബത്തിന്റെ എല്ലാം കുറവുകൾ നിറവുകളാക്കി മാറ്റാൻ സാധിച്ചുവെങ്കിൽ യേശു ഇന്ന് നിന്റെ ഭവനത്തിലേക്ക് വരിക. എലിസബത്തിന്റെ കുടുംബത്തിന് പരിശുദ്ധാത്മാവിനെ നൽകി, സക്കേവൂസിന്റെ ഭവനത്തിന് രക്ഷ നൽകി, കാനായിലെ കുടുംബത്തിന് പുതുവീഞ്ഞിന്റെ അനുഭവം നൽകി, ലാസറിന്റെ കുടുംബത്തിന് മരണത്തിൽ ഉയർപ്പിലേക്ക് നയിച്ചു, പത്രോസിന്റെ കുടുംബത്തിൽ നിന്ന് പിശാച് ബാധയെ അവിടുന്ന് ബന്ധിച്ചു. എങ്കിൽ കർത്താവിനെ എൻ്റെ കുടുംബത്തിലേക്കൊന്ന് വിളിച്ച് നിന്റെ കുടുംബത്തിന്റെ കുറവുകളെ നിറവുകളാക്കി മാറ്റാൻ കഴിയുന്ന നിന്റെ കർത്താവിനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഈ ആരാധനാ സമയത്ത് നീ യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. കാരണം ഈ തിരുവോസ്തിയിൽ ജീവനുള്ള ഈശോയെ നീ വിളിച്ച് പ്രാർത്ഥിക്കുന്ന രണ്ട് കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. നിന്റെ കുറവുകളെ നിറവുകളാക്കി മാറ്റാൻ കഴിവുള്ളവരെ വിളിച്ച് പ്രാർത്ഥിച്ചോ. ഈ സമയം എല്ലാ മക്കളും രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. കുടുംബങ്ങളിലേക്ക് ഈശോ കടന്നു വരട്ടെ. നിന്റെ കുറവുകളിലേക്ക് നിറവുകളാക്കി മാറ്റാൻ കഴിവുള്ളവനെ വിളിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ഭവനത്തിൽ നിന്ന് കർത്താവ് ശംസിയായെ കുടിയൊഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുടിയിരുത്തി വിളിച്ച് പ്രാർത്ഥിച്ചോ. രണ്ട് കരങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തട്ടെ. സ്തുതിക്കട്ടെ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കുടുംബങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ച് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. കുടുംബങ്ങളോട് വലിയ സ്നേഹം കാണിക്കുന്ന യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. രണ്ട് കരമുയർത്തി വിളിച്ചുണരട്ടെ. യേശുവേ എല്ലാവരും ചേർന്നുകൊണ്ട് ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. യേശുവിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. തിരുവോസ്തിയിൽ ജീവനുള്ള ദൈവത്തെ കണ്ടുകൊണ്ട് ഹൃദയത്തിൽ യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. ഈശോ നിന്റെ കുടുംബത്തിലേക്ക് വരുന്ന സമയമാണ്. നിന്റെ കുടുംബത്തിന്റെ കുറവുകളെ നിറവുകളാക്കി മാറ്റുന്ന സമയമാണ്. 2 സാമുവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 29-ാം തിരുവചനം പറയുന്നു, അടിയന്റെ കുടുംബം അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കുവാൻ അവിടെ തിരുവുള്ളമാകണമേ. ഈ സമയം എൻ്റെ കുടുംബത്തിന് വേണ്ടി ഈ വചനം ക്ലെയിം ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കുവാൻ അവിടെ തിരുവുള്ളമാകണമേ. എൻ്റെ കർത്താവേ, മദ്യപാനത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുന്ന കുടുംബങ്ങൾ, ജഡിക പാപാവസ്ഥയിൽ ജീവിക്കുന്ന കുടുംബങ്ങൾ,
വെറുപ്പും വിദ്വേഷവും കലഹവുമായി ജീവിക്കുന്ന കുടുംബങ്ങൾ, ഡിവോഴ്സിന് വക്കലെത്തിയിരിക്കുന്ന കുടുംബങ്ങൾ, എന്റെ കർത്താവേ, നിന്നെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് യേശുവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ ഞങ്ങളുടെ കുടുംബത്തിൽ പിശാച് കയറി ഇറങ്ങിയിരിക്കുന്നത്, പിശാച് നുഴഞ്ഞു കയറിയിരിക്കുന്നത്. ഈ സമയം കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, സർവശക്തിയോടുകൂടെ നിന്നെ വിളിച്ച് ആരാധിക്കുന്നു. നീ എന്റെ കുടുംബത്തിലേക്കൊന്ന് വരണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കുടുംബങ്ങളെ സ്നേഹിക്കുന്ന ഈശോ ഓരോ കുടുംബത്തിലേക്ക് കടന്നു വരട്ടെ. പാപത്തിന് ബന്ധനക്കെട്ടുകൾ ഈ സമയം അവിടുന്ന് അടിയട്ടെ. ചെടിയ പാപബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ വിട്ടുപോകട്ടെ. കലഹം, വെറുപ്പ്, വൈരാഗ്യം യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ നിർവീര്യമായി പോകട്ടെ. ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട മക്കൾ ഈ സമയം യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. മദ്യപാനത്തിന് പിടിയിൽ അമർന്നിരിക്കുന്നവർ, ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടിരിക്കുന്നവർ, പുകവലിയുള്ളവർ, ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവർ, യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ അത്ഭുതമായ സൗഖ്യം ഈ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. യേശുവേ, എല്ലാവരും ചേർന്ന് ആരാധിച്ചേ. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 31-ാം തിരുവചനം പറയുന്നു, കർത്താവായി യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. കർത്താവായി യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. എൻ്റെ ഈശോയെ, രക്ഷ പ്രാപിക്കാനുള്ള ഏക നാമം യേശു നാമമാണല്ലോ. കർത്താവായ യേശുവിൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥനാ ജീവിതമില്ലാതെ പോയി ഇരുന്ന അവസ്ഥ, കുടുംബ പ്രാർത്ഥന വിട്ടുപോയിരിക്കുന്ന അവസ്ഥ, കൂദാശ ജീവിതമില്ലാത്ത അവസ്ഥ, വിശുദ്ധ കുർബാന കുംഭസാരമില്ലാത്ത അവസ്ഥ, എൻ്റെ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിന് ഈ അവസ്ഥ നീ അവിടുന്ന് കാരണമേ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് തിന്മയുടെ ശക്തികളും പൈശാചി പീഡകളും കടന്നു വന്നത് കൂദാശ ജീവിതത്തിൽ ഞങ്ങൾ വ്യതിചലിച്ചപ്പോഴും പ്രാർത്ഥനാ ജീവിതം ഞങ്ങളുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയപ്പോഴുമാണല്ലോ. സമ്പത്ത് തന്നപ്പോൾ സമ്പത്ത് തന്നവരെ ഞങ്ങൾ മറന്നുപോയി. കർത്താവേ, ഈ സമയം ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. വിശ്വാസ ജീവിതത്തിലേക്കും പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കൂദാശ ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കുവാൻ ഞങ്ങൾ തീരുമാനമെടുക്കുന്നു. രണ്ട് കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിയ മക്കളെ, യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. കുടുംബങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന യേശുവിനെ നോക്കി ഒന്ന് വിളിച്ചേ. ഈശോ നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നു. പ്രാർത്ഥനയില്ലാത്ത ഭവനങ്ങളിലേക്ക് ഈശോ ഈ സമയം കടന്നു വരുന്നു. ഏതെല്ലാം രീതിയിൽ നിന്റെ കുടുംബത്തെ തകർക്കുന്ന തിന്മയുടെ അരൂപികളുണ്ടോ, യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ നിർവീര്യമായി പോകും. നീ യേശു നാമം വിളിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചേ. പൂർണ്ണ ഹൃദയത്തോടെ ആരാധിച്ചേ, പൂർണ്ണ മനസ്സോടെ ആരാധിച്ചേ, സർവശക്തിയോടുകൂടെ യേശുവേ എന്ന് വിളിച്ചത് പ്രാർത്ഥിച്ചേ. രണ്ട് കരം ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, എല്ലാവരും ചേർന്ന് രണ്ട് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 3-ാം തിരുവചനം പറയുന്നു, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കാം. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കാം.
പ്രാർത്ഥനയില്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കുമെന്നല്ലേ വചനം പറയുന്നത്? കൂദാശയില്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കുന്നുവെന്നല്ലേ വചനം പറയുന്നത്? എങ്കിൽ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് യേശു നഷ്ടപ്പെട്ടു പോയതാ. എങ്കിൽ ഈ സമയം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ യേശുവിനെ ഞങ്ങൾ തിരിച്ചു വിളിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ മേഖലകളിലേക്കും യേശുവിനെ ഞങ്ങൾ കൊണ്ടുവരികയാണ്. ഒരു കാലഘട്ടത്തിൽ എത്രയോ തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിച്ച ദിവസങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു. എത്രയോ തീഷ്ണതയോടുകൂടെ ദേവാലയത്തിൽ പോയിരുന്ന കുടുംബമായിരുന്നു ഞങ്ങളുടേത്. എത്രയോ തീഷ്ണതയോടുകൂടെ കൂദാശ ജീവിതം നയിച്ച വ്യക്തികളായിരുന്നു ഞങ്ങളുടേത്. എന്നാൽ കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്ത അവസ്ഥ, ആത്മീയ കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു അവസ്ഥ, ഈ അവസ്ഥ കർത്താവേ ഞങ്ങളുടെ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. അനാവശ്യമായുള്ള ബന്ധങ്ങൾ ശിഥിലമായി കിടക്കുന്ന അവസ്ഥ, ഇതുപോലെ തന്നെ പരസ്പരം സംസാരിക്കാത്ത അവസ്ഥ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, ഞങ്ങളുടെ കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ തിന്മയുടെ അവസ്ഥകളെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. രണ്ട് കരങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കുക മക്കളെ. യേശുവേ യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചോ, കണ്ണീരോടുകൂടെ കർത്താവിനെ വിളിച്ചോ. നിന്റെ കുടുംബത്തിന്റെ രോഗങ്ങൾ, നിന്റെ കുടുംബത്തിന്റെ വേദനകൾ എല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കോ. ലാസന്റെ കുടുംബത്തിലേക്ക് യേശു കടന്നു വന്ന യേശു ആ കുടുംബത്തിന് പുതുജീവൻ നൽകിയതുപോലെ ഈശോ നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരട്ടെ. പത്രോസിന്റെ കുടുംബത്തിലേക്ക് യേശു കടന്നു എന്ന് അമ്മായിയുടെ പനിയെ ശാസിച്ചതുപോലെ നിന്റെ കുടുംബത്തെ ശാസിക്കേണ്ട മേഖലകൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. നിന്റെ കുടുംബത്തിൽ രക്ഷ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥ, ഈ രക്ഷ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥയിലേക്ക് യേശുവിനെ വിളിച്ചെന്ന് പ്രാർത്ഥിച്ചേ. പുതുവീഞ്ഞിന്റെ അനുഭവം നഷ്ടപ്പെട്ടു പോയ ഖാനായിലെ കുടുംബത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളെ, ആ കുടുംബത്തിന്റെ അവസ്ഥയെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി വിളിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവ് നിന്റെ കുടുംബത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, നിന്റെ കുടുംബത്തെ ആശീർവദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇരു കരങ്ങളും സ്വർഗത്തോളം ഉയർത്തി അധരം തുറന്ന് ഹൃദയം തുറന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ എല്ലാവരും ചേർന്ന് മുട്ടുകൾ കുത്തി നിൽക്കുക. രണ്ട് കരകളെ തുറന്നു വിളിച്ച് യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ഭവനത്തിന്റെ വാതിലിൽ മുട്ടുന്ന ഈശോയെ നീ ഒന്ന് വിളിച്ചേ. നിന്റെ ഭവനത്തിൽ കുടിയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഈശോയെ എന്ന് വിളിച്ചേ. നിന്റെ ഭവനത്തിന്റെ കുറവുകളെ നിറവുകളാക്കി മാറ്റാൻ കഴിവുള്ള യേശുവിനെ ഒന്ന് വിളിച്ചേ. 7 പ്രാവശ്യം അധരം തുറന്ന് ഹൃദയം തുറന്ന് വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ. ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ ഞങ്ങൾ കുടുംബങ്ങൾക്ക് പ്രാപ്തരാക്കണമേ. ദൈവത്തിന്റെ സ്നേഹം ഈ നിമിഷം ഞങ്ങൾ ചൊരിയട്ടെ കർത്താവേ. ദൈവം ക്ഷമിക്കുവാനുള്ള വലിയ കൃപ നൽകണമേ, പൊറുക്കുവാനുള്ള വലിയ കൃപ നൽകണമേ, പരസ്പരം സ്നേഹിക്കുവാനുള്ള വലിയ കൃപ നൽകണമേ. ദൈവമേ യേശുവേ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.